അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൈവശം. എന്താണ് കൈവശം? ഒരാൾക്ക് എങ്ങനെയെല്ലാം കൈവശം ഏൽക്കാം? കൈവശം ഒരാൾക്ക് ഏറ്റുകഴിഞ്ഞാൽ, ഒരാൾ കൈവശം മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മേലുണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങൾ, അവൻ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കൈവശം രണ്ട് കാരണങ്ങൾക്കാണ് മറ്റുള്ളവൻ്റെ മേൽ, ഒരാളുടെ മേൽ കൈവശം കൊടുക്കുക. ഒന്ന് എന്ന് വെച്ചാൽ അവൻ്റെ മേലിലേക്ക് അടുക്കാൻ വേണ്ടി, അവൻ്റെ അഭിപ്രായങ്ങൾക്കും അവൻ്റെ ഓരോ കാര്യങ്ങൾക്കും അവൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കണം, മറ്റുള്ളവൻ പ്രവർത്തിക്കണം. നമ്മൾ ആർക്കാണ് കൈവശം കൊടുക്കുന്നത്? അവൻ്റെ ഇച്ഛക്കനുസരിച്ച്, ഇവൻ്റെ ഇച്ഛക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കണം. ഇവനെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അവൻ നടക്കണം. അതിനു വേണ്ടി കൈവശം കൊടുക്കാം, അവൻ്റെ പരിധിയിലേക്ക് വരുത്താൻ വേണ്ടി. മനസ്സിലായോ? അവൻ്റെ പരിധിയിലേക്ക് മറ്റുള്ളവനെ വരുത്താൻ വേണ്ടി കൈവശം കൊടുക്കാം. രണ്ടാമത്തത്, ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി, ഒരാളെ സ്ഥാപനത്തെ നശിപ്പിക്കണം, അവൻ്റെ കച്ചവടത്തെ നശിപ്പിക്കണം, അവൻ്റെ ബിസിനസ്സിനെ നശിപ്പിക്കണം, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ നശിപ്പിക്കണം, അല്ല അവൻ്റെ മക്കളെ നശിപ്പിക്കണം എന്ന ആവശ്യത്തിനും കൈവശം കൊടുക്കാം. കുറേ ആളുകൾ വിളിക്കാറുണ്ട്, ഉസ്താദേ എനിക്ക് നല്ല വയറുവേദന, കുറേ കാലമായി തങ്ങളെ വയറുവേദനയായി ഞാൻ കഷ്ടപ്പെടുന്നു. ഡോക്ടറുടെ അടുത്ത് പോയി സ്കാനിങ് ചെയ്തു, ഒരു മാറ്റവുമില്ല. എന്താണ് ഉസ്താദേ, എന്താണ് തങ്ങളെ? കൈവശം വരാം, ഇതിലൂടെയെല്ലാം കൈവശം വരാം. വയറ്റിലേക്ക് നമ്മൾ ജപിച്ച് മറ്റുള്ളവരുടെ അടുക്കൽ പോയി, മറ്റു മതസ്ഥരാവാം, മറ്റല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ, ഈ കൈവശം ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോയി അത് ജപിച്ച് പാനീയത്തിലൂടെ കൊടുക്കാം, ഭക്ഷണത്തിലൂടെ കൊടുക്കാം. അവൻ്റെ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന് കുറേ ലക്ഷണങ്ങൾ കാണിക്കും. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അത് കേൾക്കാനും നല്ലത് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പിന്നെ ഓരോരുത്തർ വിളിക്കാറുണ്ട്, ഉസ്താദേ എൻ്റെ മകൻ എന്നോട് നല്ല സ്നേഹമായിരുന്നു, എൻ്റെ മകൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷേ ഈ ഇടക്കായിട്ട് ഉസ്താദേ തങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ എന്നോട് സ്നേഹമില്ല. ഉസ്താദേ തങ്ങളെ അവൻക്ക് കൈവശം കൊടുത്തതാണോ എന്നെനിക്ക് സംശയമുണ്ട് ഉസ്താദേ. അതൊക്കെ സത്യമാണോ? ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൈവശമുണ്ടായാൽ അവൻ കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഒന്നാമത്തെ അടയാളം, മാറാത്ത വയറുവേദന. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാറാത്ത വയറുവേദന എവിടെ പോയിട്ടും കാണിച്ചിട്ടും. ഇതൊക്കെ സംശയം വന്നപ്പോൾ കൈവശത്തിനെ പറ്റി ഉസ്താദ് ഒരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ തങ്ങളൊരു വീഡിയോ ചെയ്യണമെന്ന് ധാരാളം ആളുകൾ പറഞ്ഞു. ഉസ്താദ് എനിക്ക് കൈവശം തന്നതാണ്, എങ്ങനെയാണ് ഈ കൈവശം ഉണ്ടാവല്, എങ്ങനെയാണ് ഇതിൻ്റെ അടയാളങ്ങൾ തങ്ങളൊന്ന് പറഞ്ഞു തരണം. അതിൻ്റെ അഭിപ്രായത്തിൻ്റെ മേൽ ചെയ്യുന്ന വീഡിയോ ആണ്. അള്ളാഹു ഉപകരിക്കട്ടെ, മറ്റുള്ളവർക്ക് വീഡിയോ ഉപകരിക്കുമാറാകട്ടെ. ഒന്നാമത്തെ അടയാളം മാറാത്ത വയറുവേദനയാണ്. എങ്ങനെയായിട്ടും മാറുന്നില്ല. എല്ലാ സ്കാനിങ്ങും ചെയ്തു, വയറ്റിനുള്ളിൽ എല്ലാ സ്കാനിങ്ങും ചെയ്തു, പക്ഷെ വയറുവേദന മാറുന്നില്ല. പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഉസ്താദേ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി തങ്ങളെ പൈസ ധാരാളം ഇറങ്ങി, ധാരാളം പൈസ സമ്പാദിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തു. തങ്ങളെ ഒരു മാർഗമില്ല, ഇതിനൊരു ഫലം, ഇതിനൊരു ഷിഫാ കാണുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചവരുണ്ട്.
അവർക്ക് വേണ്ടി കൈവശമുണ്ടായാൽ നല്ല വയറുവേദന, വയറ് നല്ല വേദനയുണ്ടാകും. ഒന്നാമത്തെ അടയാളമാണ്. മഹാന്മാർ പറയുന്നു, ഒന്നാമത്തെ അടയാളം വയറ് നല്ല വേദന. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കാര്യമില്ല, മറ്റുള്ളവരെ കാണിച്ച് ഒരു ഫലവുമില്ല, വയറ് നന്നായിട്ട് വേദനയാണ്. രണ്ടാമത്തെ അടയാളം കൊടലിറക്കം. കൊടലിറക്കം ഹെർണിയ എന്ന അസുഖമാണ്. വയറിങ്ങനെ വീർത്ത് വരിക, കുടലിറങ്ങി വരിക, ഹെർണിയ പോലുള്ള അസുഖം വരിക. അതാണ് രണ്ടാമതായിട്ട് മഹാന്മാർ പറയുന്നു, ഒരാൾ കൈവശം ഒരാൾക്ക് കൊടുത്താൽ അവൻ കാണിക്കുന്ന രണ്ടാമത്തെ അടയാളം ഹെർണിയ പോലുള്ള അസുഖങ്ങൾ അവനിൽ വരിക. ഹോസ്പിറ്റലിൽ കാണിച്ചു, വയറിങ്ങനെ വീർത്ത് വരിക, ഹോസ്പിറ്റലിൽ കാണിച്ചു, ഒരു ഫലമില്ല. അത് കൈവശം ഉണ്ടായാൽ ഉണ്ടാകാം. കൈവശം ഒരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത്തരം അസുഖങ്ങൾ ഉണ്ടാകാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമത്തെ അടയാളം ഗ്യാസ് ട്രബിൾ. ഗ്യാസ്, മാറാത്ത ഗ്യാസ് ട്രബിൾ, ഒരു നിലക്കും മാറുന്നില്ല. ഗ്യാസ് ട്രബിൾ, ഗ്യാസിൻ്റെ അസുഖം, ഇത് കൈവശമുണ്ടായാൽ അവൻ്റെ മേലുണ്ടാകാം ഗ്യാസ് ട്രബിൾ. എല്ലാവർക്കും ഗ്യാസ് ട്രബിൾ ഉണ്ടെന്ന് വെച്ച് അവൻ്റെ മേൽ കൈവശം ഉണ്ട് എന്നല്ല, മാറാത്ത ഗ്യാസ് ട്രബിൾ. എവിടെ കാണിച്ചിട്ടും എന്ത് നല്ല മരുന്ന് കുടിച്ചിട്ടും ഹോമിയോ കുടിച്ചിട്ടും മറ്റുള്ള മരുന്നൊക്കെ കുടിച്ചിട്ടും മാറുന്നില്ല, ഗ്യാസ് ട്രബിൾ മാറുന്നില്ല. പിന്നെ അവന് പല അസ്വസ്ഥതയും കാണിക്കാം. ഇതൊക്കെ ഉണ്ടായാൽ കൈവശമുണ്ടാകാം. നാലാമത്തെ അടയാളം മഹാന്മാർ പറയുന്നു, നാലാമത്തെ അടയാളം കൈവശമുണ്ടായാൽ അവൻ കാണിക്കുന്ന നാലാമത്തെ അടയാളം നെഞ്ചിരിച്ചിലാണ്. നെഞ്ചിരിച്ചിൽ നമുക്കൊക്കെ ഉണ്ടാകും. നെഞ്ചിരിച്ചിൽ, മാറാത്ത നെഞ്ചിരിച്ചിൽ, അതുണ്ടായാൽ കൈവശമുണ്ടാകാം. കൈവശമുണ്ടായാൽ ഈ നെഞ്ചിരിച്ചിൽ പോലുള്ള അടയാളങ്ങൾ അവൻ്റെ ശരീരം ഇങ്ങനെ കാണിച്ചു തുടങ്ങും. അഞ്ചാമത്തെ അടയാളം മഹാന്മാർ പറയുന്നു, അഞ്ചാമത്തെ അടയാളം പുളിച്ച് തേട്ടുക. പുളിച്ച് തേട്ടുക, നല്ല സ്മെല്ലോടുകൂടി വാസനയോടുകൂടി പുളിച്ച് തേട്ടുക. കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചു, മരുന്ന് കുടിച്ചു, ഒന്നും മാറ്റമില്ല, പുളിച്ച് ഇങ്ങനെ തേട്ടിക്കൊണ്ടേയിരിക്കുക. ഇത് ഒരാൾ കൈവശം കൊടുത്താൽ അവൻ്റെ മേലുണ്ടാകും. ആറാമത്തെ അടയാളം ഉറക്കില്ലായ്മ. നമ്മൾ പറഞ്ഞതായിരുന്നു സിഹിറിൻ്റെ വീഡിയോയിലും കണ്ണീറിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉപദ്രവമാണ് ഉറക്കില്ലായ്മ. ഈ കൈവശം കൊടുത്താലും ഉണ്ടാകും ഉറക്കില്ല, ഉറക്കം കിട്ടുന്നില്ല, മലന്നിട്ടും തിരിഞ്ഞിട്ടൊക്കെ കിടന്നിട്ട് ഒരു പ്രയാസം, ഉറക്കം കിട്ടുന്നില്ല, പലതും ഇങ്ങനെ ആലോചിച്ച് കൂട്ടുക, ഉറക്കം ലഭിക്കുന്നേയില്ല. ഇത് കൈവശമുണ്ടായാൽ, ഒരാൾക്ക് കൈവശം കൊടുത്തു കഴിഞ്ഞാൽ അവന് കാണിക്കുന്ന ലക്ഷണം. ഏഴാമത്തെ ലക്ഷണം തലസഞ്ചാരം, തലവേദന, ശക്തമായ തലവേദന. ഹോസ്പിറ്റലിൽ കാണിച്ചു, തലക്ക് സ്കാനിങ് ചെയ്തു, ഒരു മാറ്റവുമില്ല ഉസ്താദേ തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ധാരാളം ആളുകളുണ്ട്. തലവേദന ഒരാൾക്ക് കൈവശമുണ്ടായി കഴിഞ്ഞാൽ അവൻ ധാരാളം സഹിക്കവയ്യാതെ നല്ല ശക്തമായ തലവേദന അവൻ്റെ മേലുണ്ടാകും. അവസാനത്തെ എട്ടാമത്തെ അടയാളം ഭയങ്കര മടി. എല്ലാത്തിനും മടി കാണിക്കുക. ജോലിക്ക് പോകാൻ മറ്റുള്ള കാര്യത്തിനൊക്കെ ഒരു മടിച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ അടങ്ങിക്കൂടി ഇങ്ങനെ ഇരിക്കുക. മടി തന്നെ മടി, ഒന്നിനൊന്നും ഒരുങ്ങാൻ ഒരു ഉഷാറില്ലായ്മ, എല്ലാത്തിനും ഒരു മടി ഇങ്ങനെ കാണിക്കുക. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ, ഇത്തരം ലക്ഷണങ്ങൾ കൈവശം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവൻ ജപിച്ചും മന്ത്രിച്ചും, അത് പാനീയത്തിലൂടെ ആവാം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥത്തിലൂടെ കൈവശം കൊടുക്കാം. പിന്നെ നമ്മളൊക്കെ കാണുന്നതാണ്, ഇപ്പോൾ കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുമെന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് വശത്താക്കി കൈവശം കൊടുത്ത് മറ്റുള്ളവൻ്റെ വശത്തിലേക്ക് ആക്കും. അവൾക്കറിയാം ഇവൻ തമ്മാടിയാണ്, നമ്മൾ വീട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കും, അവൾ തമ്മാടിയാണ് മോളെ, അവൻ തമ്മാടിയാണ്, നീ എന്തിനാണ് അവൻ്റെ കൂടെ പോകുന്നത്, എല്ലാം അവൾക്കറിയും. പക്ഷേ കൈവശം കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ മതി.
അവൻ്റെ ഇച്ഛകളോടും അവൻ്റെ ഇഷ്ടങ്ങളോടും അവനിങ്ങനെ വശീകരിക്കാൻ തുടങ്ങും. ഇതൊക്കെ ധാരാളം ഉമ്മമാർ, രക്ഷിതാക്കൾ വിളിച്ചു പറയുന്നു, തങ്ങളെ, എൻ്റെ മോൾ ഞാൻ പറഞ്ഞതല്ലാതെ മറ്റൊന്നും കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ പൊന്നുപോലെ വളർത്തിയ മകളായിരുന്നു ഉസ്താദേ. തങ്ങളെ, എൻ്റെ കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞതിലപ്പുറം അവൾ ചെയ്യൂല. ഇപ്പോൾ ഒരു പ്രേമത്തിൽ അകപ്പെട്ടു. തങ്ങളെ, അതിൽ നിന്ന് രക്ഷിക്കണം, എൻ്റെ മകളെ രക്ഷിക്കണം, അവൻ കൈവശം കൊടുത്തതാകും എന്ന് സംശയം പറഞ്ഞ് ധാരാളം ആളുകൾ വിളിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് മറ്റുള്ളവരുടെ കൈവശം പോലുള്ള സിഹർ പോലുള്ള കണ്ണീറിൽ നിന്നും അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ കുടുംബക്കാരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വീഡിയോ കാണുന്നവർ ധാരാളമുണ്ട് തമ്പുരാനെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. അർഹമുർ റഹീമീനായ അല്ലാഹു എന്ത് പ്രയാസമാണെങ്കിലും നീ ദൂരീകരിക്കണേ അല്ലാഹ്. നീയാണ് ഷാഫി തമ്പുരാനെ, നീ ശിഫാ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, നീ ശിഫാ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മാരകമായ കൈവശങ്ങളോ മാരകമായ കണ്ണീറുകൾ, സിഹറുകൾ അല്ലാഹുവേ, ഈ വീഡിയോ കാണുന്നവരെ, ഞങ്ങളെ ഫോളോ ചെയ്യുന്നവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് നീ കൊടുക്കല്ല തമ്പുരാനെ, അവർക്ക് നീ കൊടുക്കല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ വിളിച്ച് തങ്ങളെ ഓരോ സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, അവരെ ചെറുതും വലുതുമായ എല്ലാ സങ്കടങ്ങളെയും നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അടുത്തേക്ക് ചികിത്സാവശ്യത്തിന് വന്ന് സിഹറിൽ ധാരാളം വർഷക്കാലം സിഹറിൽ അകപ്പെട്ടവർ ചികിത്സാവശ്യത്തിന് വന്ന് അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറിയെന്ന് സന്തോഷ വാർത്ത അറിയിച്ചവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ, ഇനി ഒരിക്കലും അവർക്ക് നീ സിഹർ പോലുള്ള, കണ്ണീർ പോലുള്ള, കൈവശം പോലുള്ള മാരകമായ പൈശാചികമായ ഉപദ്രവങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാഹ്, നീ കൊടുക്കല്ലേ തമ്പുരാനെ, നീ കൊടുക്കല്ലേ അല്ലാഹ്. കുറേ ആളുകൾ, ധാരാളം ആൾക്ക് കമന്റ് ബോക്സിലൂടെ ദുആ വസിയത്ത് നടത്തിയവരുണ്ട് തമ്പുരാനെ. കുറേ വീഡിയോ ഇങ്ങനെ കുറച്ച് ലേറ്റ് ആയപ്പോൾ തങ്ങളെ എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് വിളിച്ചു ചോദിച്ചവരുണ്ട്. അല്ലാഹുവേ, അവരെല്ലാം ഈ തങ്ങളെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നവർ ധാരാളം ആളുകളുണ്ട്. റഹ്മാനുർ റഹീമീനായ അല്ലാഹുവേ, അവരെ കൊയക്കല്ല തമ്പുരാനെ, അവരെ പ്രയാസത്തിലായിത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ വസ്ലു ബല്ലിഅ മിസ്ല സവാബി മാ ഖറഅനാ മിനൽ ഖുർആനിൽ അളീം ഹദിയതൻ വസില വറഹ്മതൻ നാസില വബറകതൻ ശാമില ബഅദൽ ഖബൂലി മിന്നാ വലൈല ഹദ്റതി ഹബീബിനാ വശഫീ مصطفى محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أرحم الراحمين يا രാജാതിരാജനായ يا ملك الجبار يا ملك الملوك يا കരുണക്കടലായ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ സകലമാന ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ സകലമാന ഉദ്ദേശങ്ങളും നീ ഖൈറാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ പൈശാചികമായ ഉപദ്രവങ്ങൾ നൽകല്ലേ അല്ലാഹ്, പൈശാചികമായ ഉപദ്രവങ്ങൾ നൽകല്ലേ തമ്പുരാനെ. കുറേ വർഷങ്ങളായി ഇതിൽ കിടക്കുന്ന പലവരുണ്ട് അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾക്ക് വിളിച്ചവരുണ്ട് തമ്പുരാനെ. അല്ലാഹു, അവരുടെ സകലമാന പൈശാചികമായ ശർറുകൾ നീ ബാത്തിലാക്കണേ അല്ലാഹ്, നീ ബാത്തിലാക്കി കളയണേ തമ്പുരാനെ. നീ കരിയിച്ച് കളയണേ അല്ലാഹ്, നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. അസ്മാഉൽ ബദ്രിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് തമ്പുരാനെ നീ കരിയിച്ച് കളയണേ അല്ലാഹ്, നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. അല്ലാഹു, അത്തരം അസുഖങ്ങൾ, അത്തരം പ്രയാസങ്ങൾ അല്ലാഹുവേ
അല്ലാഹുവേ അവർക്ക് നീ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ വീഡിയോ കാണുന്നവർക്ക് നീ കൊടുക്കല്ലേ തമ്പുരാനെ, പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ പൊട്ടിക്കരഞ്ഞ് വിളിച്ചവരുണ്ട് അല്ലാ, അവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. കണ്ണേറ്, സിഹർ, കൈവശം പോലുള്ള മാരകമായ പൈശാചികമായ ഉപദ്രവങ്ങൾ തമ്പുരാനെ അവർക്ക് നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് വിളിച്ച് പറഞ്ഞവരുണ്ട് തമ്പുരാനെ, ഞങ്ങൾ ചെയ്തു കൊടുത്തവരുണ്ട് തമ്പുരാനെ, അവർക്ക് അല്ലാഹുവേ നീ ഷാഫിയാക്കി കൊടുക്കണേ അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളടുത്ത് വന്ന് അല്ലാഹുവേ അസുഖങ്ങൾ മാറിയവരുണ്ട് തമ്പുരാനെ, അല്ലാഹു അവർക്ക് നീ ഒരിക്കലും നീ പൈശാചികമായ ശർറുകൾ നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ പാപ്പമാരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ജമലുല്ലൈലി പാപ്പാന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവർക്ക് നീ പൈശാചികമായ ശർറുകൾ കൊടുക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്ക് ബർക്കത്ത് കൊണ്ട് കൊടുക്കല്ലേ തമ്പുരാനെ, പൈശാചികമായ ശർറുകൾ നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ തമ്പുരാനെ, കൊടുക്കല്ലേ അല്ലാ, കൊടുക്കല്ലേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാ, ഞങ്ങളിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയിട്ടുണ്ട് തമ്പുരാനെ. അല്ലാഹു അവരുടെ ഖബർ ജീവിതം നീ സുഖകരമാക്കി കൊടുക്കണേ തമ്പുരാനെ, അവരുടെ ഖബർ ജീവിതം നീ സുഖകരമാക്കി കൊടുക്കണേ തമ്പുരാനെ. കണ്ണെത്താ ദൂരത്തോളം നീ ഖബറിന് വിശാലത നൽകണേ തമ്പുരാനെ, ഖബറിലേക്ക് ഒരു ഫിറാശ് നീ വിരിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ നിന്നൊരു കവാടം അവരുടെ ഖബറിലേക്ക് നീ തുറന്നിട്ട് കൊടുക്കണേ അല്ലാ, നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. നെറ്റിത്തടം ഉയർത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂക്കി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ, ഞങ്ങളെ പെടുത്തണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ. ഉണക്കക്കട്ടിൽ ഞങ്ങളെ മലർത്തി കെടുത്തി മൂക്കിൽ പഞ്ഞി തിരുകി താടി തലയിലേക്ക് കെട്ടി അല്ലാഹുവേ അല്ലാഹുവേ ആ സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ, ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. ഞങ്ങളെ ഇടുക്ക് വഴിയിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസയെ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ഖബറിലേക്ക് ഉരക്ക് കയറിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും അല്ലാഹുവേ. ഞങ്ങളെ താടിയിലേക്ക് കെട്ടിയ കയർ അയച്ച് ഞങ്ങളുടെ കവിള് മണ്ണിലേക്ക് വെക്കുന്ന സമയത്ത് അല്ലാഹുവേ നീ രക്ഷ നൽകണേ അല്ലാ, നീ രക്ഷ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത സൽക്രമങ്ങൾ അല്ലാഹുവേ ഖബറിലൊരു കൂട്ടാളിയാക്കണേ അല്ലാ. ഞങ്ങൾ കൊടുക്കുന്ന സ്വതക്കകൾ അല്ലാഹുവേ ഖബറിൽ നീ പ്രകാശിപ്പിക്കണേ അല്ലാ, പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അവിടുത്തെ റിഖായിലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ അല്ലാ, ഏറ്റമേറ്റം ഹുദവി നൽകണേ തമ്പുരാനെ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനെ. മിന്നൽ വേഗതയിൽ സിറാത്ത് വിട്ടുകടന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ സ്വർഗ്ഗം കരസ്ഥമാക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل